Greetings to you all in the mighty and precious name of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ അത്യുന്നത എത്ര വിലയേറിയ അത്യുന്നത ദാസന്മാർ എത്രയോ പേരുണ്ട്. യോസഫ്, മോശെ, ദാനിയേൽ, യെശയ്യാവ്, ഹെസ്കേൽ, യിരെമ്യാവ്, ഇയ്യോബ്, എത്രയധികം ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാരുണ്ട്. എന്നാൽ ഇവരെ ആരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായിട്ടോ അവരുടെ പുത്രനായിട്ടോ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ബോത്ത് എബ്രഹാം ആൻഡ് കിങ് ഡേവിഡ് അവർ രാജകീയ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ടായിരുന്നു. 15 അബ്രഹാമിൻ്റെ യാഗത്തെക്കുറിച്ച് പറയുന്നു. അബ്രഹാം കഴിച്ച യാഗം സൂര്യനസ്തമിച്ച് സന്ധ്യയായപ്പോൾ ഒരു പുകയുന്ന തീച്ചുള്ള ജ്വലിക്കുന്ന പന്തം ആ യാഗത്തിൻ്റെ നടുവേ പോയി. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആ യാഗത്തെ ദഹിപ്പിച്ചു. സ്വർഗീയ യാഗം അത് സ്വർഗീയ യാഗമായി തീർന്നു. അതൊരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. അബ്രഹാം വീണ്ടും മോറിയ മലയിൽ തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിപ്പിക്കുന്നു. അത് പുതിയ നിയമത്തിൽ കർത്താവായ യേശു പശുന മഹാപൗരോഹിതൻ്റെ ശുശ്രൂഷയാണ്. ക്രൂശിൽ തന്നെത്താൻ യാഗമായി അർപ്പിച്ച ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ മുൻകുറിയാണ് അബ്രഹാം ആ മോറിയ മലയിൽ കഴിച്ചത്. അതേപോലെ തന്നെ ദാവീദ് ഒബേദെദോമിൻ്റെ ഭവനത്തിൽ നിന്ന് ആ പെട്ടകത്തെ തൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ പെട്ടകം ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ദാവീദ് അവിടെ യാഗം കഴിക്കുന്നതായിട്ട് 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പെട്ടകത്തിൻ്റെ മുമ്പിൽ മഹാരാജാവ് ചെങ്കോലും കിരീടവും മാറ്റിവെച്ചു, രാജവസ്ത്രം നീക്കി. എന്നിട്ട് പഞ്ഞി നൂലങ്കി ധരിച്ച് ഒരു പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചവന് മഹത്വം കൊടുക്കേണ്ട, ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കേണ്ട ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷ രാജാവ് ഏറ്റെടുക്കുന്നതായിട്ട് അവിടെ കാണുന്നു. മാത്രമല്ല, ദാവീദ് ഹാസ് ബിക്കം എ കിങ്. അവൻ യഥാർത്ഥത്തിൽ രാജാവായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അബ്രഹാം ദാവീദും യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നമ്മുടെ മേൽ പകരപ്പെട്ട അതേ രാജകീയ പൗരോഹിത്യം ഈ അബ്രഹാമിൻ്റെ മേലും ദാവീദിൻ്റെ മേലും പകരപ്പെട്ടു. അതുമാത്രമല്ല, അതിലും ഏറ്റവും ഉത്തമമായതാണ് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത്, സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി തന്നത്. അത് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ വചനം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ട് ദാവീദിൻ്റെ പുത്രനായി ജനിച്ചു എന്നുള്ള എൻ്റെ ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.